കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും പുക. അത്യാഹിത വിഭാഗത്തിലെ 6ാം നിലയിലാണ് പുക ഉയർന്നത്. ഇംതിയാസ് നൽകും വിവരങ്ങൾ. ഇംതിയാസ്, കഴിഞ്ഞ ദിവസം ഈ അനിഷ്ട സംഭവം ദുരന്തമുണ്ടായതിനു ശേഷം അവിടെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ പരിശോധന നടക്കുന്നതിനിടയിലാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, വീണ്ടും പുക ശ്രദ്ധയിൽപ്പെടുന്നത്? എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അല്പസമയം മുൻപാണ് ഇതേ സ്ഥലത്ത് തന്നെ ഇതേ കാഷ്വാലിറ്റിയുടെ സമീപത്ത് നിന്ന് ഇങ്ങനെ പുക ഉയർന്നതായി അവിടെയുള്ള ജീവനക്കാർ തന്നെ പറയുന്നത്. ജീവനക്കാരുടെ ശ്രദ്ധയിലാണ് ആദ്യം ഇത് പെടുന്നത്. അതായത് ആ സമയത്ത് ഈ 6ാം നില, അതായത് ഈ ഭാഗത്തെ 6ാം നിലയിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത്. ഭാഗ്യത്തിന് അവിടെ അത്രയധികം രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പരിസരത്തൊന്നും രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു ആശ്വാസമുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവിടേക്ക് ഫയർഫോഴ്സ് അടക്കമുള്ളവരെത്തി പുക ശമിപ്പിച്ചിട്ടുമുണ്ട്. ആ രീതിയിലൊരു വലിയ പ്രശ്നങ്ങളിലേക്കോ ഒന്നും ഇതുവരെ അത് പോയിട്ടില്ല. പക്ഷേ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെ പരിശോധന അടക്കം ഇപ്പോൾ നടന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതുമാണ്. ഈ UPS മുറിയിലെ ബാറ്ററികളെല്ലാം പുറത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. സർക്യൂട്ടോ മറ്റോ ആയിരിക്കുമോ? അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ പറയാൻ സാധിക്കില്ല. നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് ബാറ്ററിയിൽ നിന്നുണ്ടായ ഇന്റേണൽ ഷോർട്ട് എന്നായിരുന്നു. പക്ഷെ അങ്ങനെയൊരു കാരണം തന്നെയാണോ ഇത്തവണയും ഉണ്ടായിരിക്കുന്ന കാര്യത്തിലൊക്കെ പരിശോധന നടക്കണം. പക്ഷെ ഇപ്പോൾ ഈ പുക ഉയർന്ന സമയത്ത് തന്നെ അത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഫയർഫോഴ്സ് അംഗം അടക്കം എത്തി അത് ശമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബാറ്ററിയിൽ നിന്നാണോ അതല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്, പുക ഉയർന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അധികൃതർ കടക്കുകയാണ്. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ഇവിടെ തന്നെ ഇപ്പോൾ നിൽക്കുന്നുമുണ്ട്. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് അവരുടെ പരിശോധന മെഡിക്കൽ കോളേജിൽ നടന്നു വരുന്നുണ്ട്. ഈ പ്രാഥമിക പരിശോധനയെല്ലാം പൂർത്തിയാക്കിയതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ 6ാം നിലയിൽ നിന്ന് പുക ഉയർന്നു, അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കാരണം ഈ ഭാഗത്ത് കഴിഞ്ഞ തവണ അവിടെ ഒരു പുക ഉയർന്നതോടു കൂടി തന്നെ അവിടെയുള്ള രോഗികളെല്ലാം പഴയ കാഷ്വാലിറ്റിയിലേക്കും അതുപോലെ തന്നെ നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്കും മാറ്റിയിരുന്നു. അതുകൊണ്ട് അത്രയധികം രോഗികളൊന്നും അവിടെ ഇല്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ജീവനക്കാരൊക്കെയുള്ള ഭാഗമാണ്, ജീവനക്കാരോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോ സന്നദ്ധ പ്രവർത്തകരോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവരിലേക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ എത്തുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുക പൂർണ്ണമായും ശമിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വിഭാഗം ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. മറ്റു ജീവനക്കാരെല്ലാം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു വരികയാണ്. നേരത്തെ തന്നെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം നടന്ന പരിശോധനകൾ നടത്തി വരുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ആളുകളൊക്കെ തന്നെ എന്തായാലും നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ജീവനക്കാർ കുറച്ചുണ്ടായിരുന്നു. ഈ പുക ഉയർന്നത് അത് എത്രത്തോളം അളവിലാണ്, അവിടെയൊക്കെ തന്നെ വ്യാപിച്ചോ, എന്താണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്? ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെ പരിശോധന ഇന്നും നടന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ പ്രാഥമിക പരിശോധന നടത്തിയതാണ്. എന്നാൽ ഈ 6ാം നിലയിലടക്കം ഇത്തവണ ഈ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെ പരിശോധന നടന്നു വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു പുക ഉയർന്നത്. അങ്ങനെയാണ് സൂപ്രണ്ട് വ്യക്തമാക്കിയതും. അതിനിടയിൽ, അതായത് ഇത് പരിശോധിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഈ ബാറ്ററികളോ മറ്റോ എടുത്തു മാറ്റുന്ന സമയത്തോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം സംഭവിച്ചതാണോ അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാണോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇലക്ട്രിക് വിഭാഗത്തിന്റെ പരിശോധന അടക്കം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പുക ഉയർന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുക ഉയർന്നു. ആ പുക ഉയർന്നത് ശമിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഏകദേശമൊക്കെ അത് ഫയർഫോഴ്സ് സംഘം എത്തി. അപ്പോൾ തന്നെ അത് പുക തീ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുണ്ടായ തീ കെടുത്താനുള്ള മാർഗങ്ങളെല്ലാം അവർ നടത്തിയിട്ടുമുണ്ട്. എന്തായാലും അവിടെ മറ്റു ജീവനക്കാർ അവിടെ മറ്റേതെങ്കിലും ജീവനക്കാരോ രോഗികളോ ഒന്നും അവിടെ ഇല്ല എന്ന കാര്യം വ്യക്തമാണ്. സൂപ്രണ്ട് അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. എന്തായാലും നേരത്തെ കാഷ്വാലിറ്റിക്ക് സമീപം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ സമയത്ത് തന്നെ, ആ രാത്രിയിൽ തന്നെ 83 രോഗികളെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ അവിടെ രോഗികളോ മറ്റോ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഈ പഴയ കാഷ്വാലിറ്റിയിലാണ് ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനം നടക്കുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന രോഗികളെല്ലാം പഴയ കാഷ്വാലിറ്റിയിലേക്കാണ് മാറ്റിയത്. എന്തായാലും നേരത്തെ ഉണ്ടായ പ്രശ്നത്തിന്റെ ആ പരിശോധന നടക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു പുക ഉയർന്നത്. അത് എന്ത് കാരണം കൊണ്ടാണ്, ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാകുമോ അതല്ലെങ്കിൽ പരിശോധനയ്ക്കിടയിൽ ബാറ്ററികളോ മറ്റോ നിലനിൽക്കുന്നുണ്ട്, പരിഹാരം പൂർണ്ണമായും ആകുന്നില്ല, ഇവിടേക്ക് പ്രശ്നങ്ങൾ സാങ്കേതികമായി നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ല അതിനുശേഷവും മറ്റേതെങ്കിലും തരത്തിൽ
ഷോർട്ട് സർക്യൂട്ട് വീണ്ടും സംഭവിച്ചതാകാമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഉള്ളിൽ വരികയാണ്. തീർച്ചയായിട്ടും അതെ, ആ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ ആ UPS മുറിയുടെ അടക്കം ബാറ്ററികളെല്ലാം പൂർണ്ണമായും മാറ്റി അവിടെ പുതിയ ബാറ്ററികൾ സജ്ജീകരിച്ച് ഒരാഴ്ചക്കകം അതിന്റെ പ്രവർത്തനം, പുതിയ കാഷ്വാലിറ്റിയുടെ നേരത്തെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം സജീവമാക്കണം, പൂർണ്ണസ്ഥിതിയിലാക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. മന്ത്രി വീണ ജോർജ് അടക്കം അക്കാര്യം എത്രയോ പെട്ടെന്ന് നടത്തുമെന്ന് പറഞ്ഞ് പോയതുമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ പരിശോധനയൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും ആശങ്കയായിക്കൊണ്ട് ഒരു പുക ഉയരുന്ന സാഹചര്യം അവിടെ ഉണ്ടായത്. അത് എന്താണ് അതിന്റെ കൃത്യമായ കാരണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അത് കണ്ടെത്തിയത് പരിഹരിച്ച് ഇനിയൊരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല, ഇനിയൊരു രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്കും അത് പോകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉറപ്പുവരുത്തി എല്ലാം പഴയ പടിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് മെഡിക്കൽ കോളേജിനെ ഒന്നടങ്കം ആശങ്കയിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രശ്നം അത് ഉണ്ടാവുന്നത്, പുക ഉയർന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. അത് എന്തുകൊണ്ട്, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. അതിന് ഇലക്ട്രിക് വിഭാഗത്തിന്റെ പരിശോധന തന്നെയാണ് ആവശ്യം. അക്കാര്യങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ നേരത്തെ ഇവിടെ ഏറ്റവും നമുക്ക് ആശ്വാസകരമായി പറയാൻ കഴിയുന്ന കാര്യം അവിടെ ആ സമയത്ത് രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ രോഗികളെയെല്ലാം